Hello friends, welcome back to Ting Tong. It's Milia and Laura. So ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു, പക്ഷെ എന്നാലും ഒക്കെ ഓണം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു. അപ്പൊ അതിന്റെ ആഘോഷത്തിലാണ് എല്ലാവരും. ഇപ്പം ഓണം കഴിഞ്ഞെങ്കിലും അതിന്റെ ആഘോഷത്തിലാണ് ഇപ്പൊ എല്ലാവരും. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോഴും സൺഡേസ് അല്ലെങ്കിൽ വീക്കെൻഡ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഓണം റിലേറ്റഡ് കാണും അല്ലെ. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഓണം പരിപാടികൾ നിങ്ങൾക്ക് ഇനി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി നിങ്ങൾ ഓണത്തിന് എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു പറയാ. വിളിക്കേണ്ട നമ്പർ 04238249. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അത് വായിച്ചു പറയുന്നതായിരിക്കും. സോ നമ്മൾ ദുബായിൽ 11 വർഷത്തിലധികമായി പ്രവർത്തിക്കുന്ന നമസ് എന്ന കുടുംബ കൂട്ടായ്മ പൊന്നോണം 2024 എന്ന പേര് സെപ്റ്റംബർ 22, ദാറ്റ് ഇസ് ടുമോറോ, ദുബായ് അൽ ഖൂസ് ദേവ് വാലെ സ്കൂളിൽ വെച്ച് നടക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഓണാഘോഷ പരിപാടികൾ, പിന്നെ അതിൻ്റെ കൂടെ സദ്യ ഉണ്ടാവും. അപ്പോൾ പിന്നെ വേറെ കുറെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ one of the program is the playback singer coming. Who is it? സന്നിധാനന്ദൻ. ഓക്കെ, സോ ഇറ്റ്സ് ഹിസ് സോങ്സ് ആർ റിയലി ഗുഡ്. ഓക്കെ, അപ്പോൾ ഈ സ്കൂളിൽ വെച്ച്, ദേവ് വാലെ സ്കൂളിൽ വെച്ച് ഓണാഘോഷ പരിപാടികൾ നടക്കുന്നതായിരിക്കും. അപ്പോൾ സിനിമ പിന്നണിൽ ഗായകൻ സന്നിധാനന്ദൻ നയിക്കുന്ന ഗാനമേളയും കൂടാതെ നിരവധി കലാപരിപാടികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഇതിനുള്ള കൂടുതൽ ഇൻഫർമേഷൻ അറിയണമെങ്കിൽ 0565623756 എന്ന നമ്പറിൽ വിളിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ആ നമ്പർ ഒന്നുകൂടെ ഞാൻ പറയാം. 0565623756 എന്ന നമ്പറിലേക്ക് വിളിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ ഒന്നുകൂടെ ഞാൻ പറയാം. ഇതിന്റെ വെന്യൂ ദേവ് വാലെ സ്കൂൾ അൽ ഖൂസ് ദുബായ്. നാളെയാണ് നടക്കുന്നത്, 22 സെപ്റ്റംബർ 8 AM രാവിലെ. അതെ, 8 AM to 6 PM. ഓക്കെ, 8 AM to 6 PM 8 AM തുടങ്ങും, 6 PM അവസാനിക്കും. പക്ഷെ എന്നാലും കുറച്ച് കാണും. And also there will be special kuchipudi and classical dances, and also live orchestra Ganamela by playback singer Sannidhanandan and his team. മലയാളം വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് വായിച്ചപ്പോ എനിക്ക് ചിരിയല്ലിയാണ്. മലയാളം നിങ്ങൾ വായിക്കുന്ന ഇങ്ങനെ നിങ്ങൾ കേൾക്കാൻ മാത്രമേ വായിക്കാനൊന്നും അറിഞ്ഞുകൂടാ. ബട്ട് സ്റ്റിൽ ഓക്കെ. അപ്പോ നിങ്ങള് നമസ് പൊന്നോണം, നമസ് നടത്തുന്ന പൊന്നോണം 2024. അപ്പൊ ഇഫ് യു ഗൈസ് ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്, I would love to go for it. So ഇന്ന് പിന്നെ നമ്മളുടെ UBL ലൈവ് 8 മണിക്കത്തെ ലൈവ്, 8:30 ലൈവിന് ലൈവ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ കാണാൻ മറക്കരുത്. അപ്പോ ഇന്ന് 8:30 ടോക്ക് ഓഫ് ദ ടൗൺ എന്ന ലൈവിൽ പ്ലേബാക്ക് സിംഗർ സന്നിധാനന്ദൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ കാത്തിരുന്ന് കാണുക. അപ്പൊ എല്ലാവരും ഇന്ന് കാണണം. അതിനോടൊപ്പം നാളത്തെ പൊന്നോണം 2024 എന്ന പരിപാടിക്കും പോകേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഐ എം പ്രിറ്റി ഷുവർ യു ഗോണ ലവ് ഇറ്റ്. അപ്പൊ അതിന്റെ കൂടെ കുറെ സദ്യ, ലൈക്ക് നല്ല അടിപൊളി സദ്യ ഒക്കെ ഉണ്ടാവും. പിന്നെ ഗാനമേള, പിന്നെ ഡാൻസ്, കുച്ചിപ്പുടി, പിന്നെ അതിൻ്റെതായ കളികൾ, ഇതൊക്കെ കാണും. ഓക്കെ, സോ ഹു ഡസന്റ് വാണ്ട്, ഇറ്റ്സ് ടിപ്പിക്കലി ആൻ ഓണം. അപ്പോ നിങ്ങൾ പോവുക, എന്നിട്ട് നിങ്ങളുടെ നടന്ന വിശേഷങ്ങളൊക്കെ അടുത്ത ആഴ്ച വിളിച്ച് പറയേണ്ടതാണ്. ഓക്കെ, അതിനോടൊപ്പം കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എങ്ങനെയാണ് ഓണം ആഘോഷിച്ചത് എന്ന് നിങ്ങൾ വിളിച്ച് പറയാം. നമ്മൾ കോമൺ ആണ്, നമ്മൾ സദ്യ കഴിക്കും, പിന്നെ നമ്മൾ എവിടെയെങ്കിലും കുറെ കളികളുണ്ട്. അവര് സുന്ദരിക്ക് പൊട്ടുതോടെ ഫാമിലി ആയിട്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഗ്യാദർ ചെയ്ത് നമ്മൾ കളികളൊക്കെ കളിക്കുമല്ലോ. സോ ദാറ്റ് മസ്റ്റ് ഹാവ് ബീൻ വൺ ഓഫ് ദ കോമൺ തിങ് എവരിബഡി ഹാസ് ഡൺ. സുന്ദരിക്ക് പൊട്ടേട, പിന്നെ വടംവലി, പിന്നെ കസേരകളി, അങ്ങനെയൊക്കെ വെച്ച് കുറെ കളികളൊക്കെ ഉണ്ടാവും. സോ യു ഗൈസ് മസ്റ്റ് ഹാവ് പ്ലേഡ് ദാറ്റ് ഗെയിം ആസ് വെൽ. സോ അത് കളിച്ചെങ്കിൽ പിന്നെ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ തോറ്റോ, അതോ സമ്മാനം കിട്ടിയോ, ഇതൊക്കെ പറയാം. ഓക്കെ, ഇതൊക്കെ പറയാം. ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. സോ വിളിച്ചു പറയാ. വിളിക്കേണ്ട നമ്പർ 04238249. അപ്പൊ ഞങ്ങളുടെ ഓണം എങ്ങനെ ആഘോഷിച്ചെന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞു തുടങ്ങാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഓണം എങ്ങനെ ആഘോഷിച്ചെന്ന് നിങ്ങൾ പറയാം. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ഓണം, ഞങ്ങൾ 2 ഓണം ആഘോഷിച്ചു.
ഓക്കെ ഒരു ദിവസം ഫ്രൈഡേ എന്ന് പറഞ്ഞാല് ഓണത്തിന് 2 ദിവസം മുന്നേ നേരത്തെ ഒരു ഓണം ആഘോഷിച്ചു, പിന്നെ എന്റെ കൂടെ ഓണത്തിന്റെ അന്നും ഒരു ഓണം ആഘോഷിച്ചു. ഇനി ഒരു ഓണം ആഘോഷിക്കാൻ പോകുന്നുണ്ട് ഒക്ടോബറിന്. ഒക്ടോബർ കഴിഞ്ഞിട്ടാണ് 3 ആഘോഷം ഞങ്ങൾക്കുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ തന്നെ തുടങ്ങാം. ആദ്യത്തേത് ഞങ്ങളുടെ പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞങ്ങൾ ആഘോഷമാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ വെറുതെ പിള്ളേരെല്ലാരും ഫ്രണ്ട്സ് എല്ലാരും കൂടെ വെറുതെ ഇങ്ങനെ ഒരു കോൾ ഉണ്ട് കേട്ടോ. അവരുടെ ഓണം എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, ഹലോ ടിങ് ടോങ്, ആരാ സംസാരിക്കുന്നേ? ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നേ? ഹലോ 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 ഹലോ, സുഖാണോ? ഓണം അല്ലായിരുന്നോ കഴിഞ്ഞ ആഴ്ച? ഇങ്ങനെ ആഘോഷിച്ചേ? അച്ഛൻ നാട്ടിൽ, അതുകൊണ്ട് ഇവിടെ വന്നിട്ടൊക്കെ ആഘോഷിക്കും. ഇനി ആഘോഷിക്കാൻ പോകുന്നേ ഉള്ളൂ അല്ലേ? അപ്പൊ അടിച്ചു പൊളിക്കണ്ടേ? അപ്പൊ ഇന്ന് എന്തെങ്കിലും ഞങ്ങൾ സ്പെഷ്യൽ ഉണ്ടോ? ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? ഇന്ന് അച്ഛന്റെ ബർത്ത്ഡേ. അത് ഞങ്ങൾ അറിഞ്ഞു. അപ്പൊ അലോക്കിന്റെ പപ്പയ്ക്ക് ഞങ്ങളുടെ വക ഒരു ഓണാശംസകളുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. ഓണാശംസകൾ അതിന്റെ കൂടെ ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ ഓക്കെ ഓക്കെ, ഞങ്ങളുടെ വക പറഞ്ഞുതരും കേട്ടോ. ഞങ്ങളുടെ വക ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുതരും കേട്ടോ. ഓക്കെ, അപ്പൊ ഓണത്തിന് പപ്പനെ വിളിച്ചായിരുന്നു ഇന്ന് ഹാപ്പി ബർത്ത്ഡേ പറയാൻ വേണ്ടിട്ട്? വിളിച്ചു. അപ്പ ഹാപ്പി അല്ലായിരുന്നോ? അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താ പപ്പയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടോ വല്ലോ? വന്നു കഴിഞ്ഞിട്ട് കാർഡൊക്കെ എഴുതി കൊടുക്കണ്ടേ? ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ കൊടുക്കുന്നുണ്ടോ? ഇന്ന് എഴുതണം, ഒരു കാർഡ് എഴുതണം, എന്നിട്ട് വരുമ്പോഴത്തേനും കൊടുക്കണം. ഹാപ്പി ആക്കും. ഓക്കെ, അപ്പൊ ഓണം പപ്പ ഇനി വന്നു കഴിഞ്ഞിട്ടാണ് ആഘോഷിക്കുന്നേ? അപ്പൊ ഓണത്തിന്റെ അന്ന് സദ്യ കഴിച്ചില്ല? കഴിച്ചു. സദ്യയൊക്കെ ഉണ്ടായിരുന്ന കറികളുടെ 2-3 പേര് പറയോ? 3 കറികൾ ഉണ്ടായിരുന്നത് ഇഷ്ടപ്പെട്ടത്? സാമ്പാർ, പായസം, എന്താ രസം കഴിച്ചായിരുന്നോ? ഏതാ? ഉപ്പേരി ഉണ്ട്. ഉപ്പേരി ഉണ്ട്. പിന്നെ ശർക്കര വരട്ടി അല്ലേ? അത് ഇഷ്ടാണോ? രസം കുടിച്ചായിരുന്നോ? രസം കുറച്ച് കയ്യില് ഇട്ട് കുടിച്ചായിരുന്നോ? രസം കുടിച്ചോ? ഇഷ്ടപ്പെട്ടോ? പായസമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഏത് പായസം അറിയോ കുടിച്ചത്? ഓക്കെ, വെർമസേലി. സേമിയ പായസം. എനിക്ക് സേമിയ പായസം ഇഷ്ടം. അതൊക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇനി ഓണക്കളി വല്ലതും കളിച്ചായിരുന്നോ? ഓണത്തിന് വല്ലതും കളികളൊക്കെ കളിച്ചായിരുന്നോ? ഓണക്കളി എന്ന് പറഞ്ഞോണ്ട് ഓണക്കളി ഗെയിംസ് ഓണത്തിന് ഗെയിംസ് എല്ലാം കളിച്ചോ? ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ പപ്പ വന്നു കഴിഞ്ഞിട്ടല്ലേ ഓണത്തിന്റെ സെലിബ്രേഷൻ. അപ്പൊ പപ്പ വന്നു കഴിഞ്ഞിട്ട് അടുത്ത ഷോയുള്ള ദിവസം വിളിക്കണം. ഓക്കെ, ഞാൻ ഇതൊക്കെ ചെയ്തു കേട്ടോ ഓണത്തിന്. ഈ കളി കളിച്ചു, ആ കളി കളിച്ചു, എല്ലാം പറയണേ. അപ്പൊ ഓണത്തിന് വടംവലി കളിയുണ്ട്, പിന്നെ കസേരക്കളിയുണ്ട്, പിന്നെന്തുവാ ബലൂൺ ഗെയിം കളിക്കുന്നുണ്ട്. അങ്ങനത്തെ വല്ലതും കളി കളിച്ചായിരുന്നോ? ബലൂൺ ഗെയിം വല്ലതും കളിച്ചായിരുന്നോ? ബലൂൺ ഗെയിം കളിച്ചു. എന്നാ ഓണത്തിന്റെ അന്നോ? അപ്പൊ കളി കളിച്ചു. അത് കളിച്ചല്ലോ ഓണത്തിന് അന്ന്. അത് കളിച്ചില്ലേ? അതും എന്തോ അതേ ഉള്ളു, കുഴപ്പമില്ല. ഇനി പപ്പ വന്നിട്ട് ഇനിയും കുറെ കളിയൊക്കെ കളിച്ച് ഇനിയും സദ്യ ഉണ്ട്, ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി ഞങ്ങളോട് വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ ഞങ്ങക്ക് വേണ്ടിട്ട് ഓണമൊക്കെ ആയതുകൊണ്ട് ഒരു പാട്ട് പാടിത്തരും. ഓണത്തിന്റെ പാട്ട് അല്ലെങ്കിൽ ഏത് പാട്ടിലും കുഴപ്പമില്ല. ഒരു പാട്ട്, ഓണത്തിന്റെ ഒരു പാട്ട് പാടിത്തരുമോ? പഠിക്കും, ഇഷ്ടമുള്ള പഠിക്കും. മലയാള
ചുണ്ടിൽ ഉറക്കപ്പാട്. ഇനിയും പാടിക്കോ, കുഴപ്പമില്ല, നല്ലപോലെ പാടി. ഞങ്ങളും കൂടെ പാടാം. ഹലോ ഞങ്ങൾ കുറച്ച് ഉറക്കപ്പാടണേ. ഓക്കെ. ഓക്കെ. തിരുവാവണിരാവ് നിലാവ് മലയാള ചുണ്ട് മലവോളം പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുഴേ മാവേലി തൊമ്പാണ്ട് മനവണ്ണൻ ചൊല്ലു തിരുവാവണിരാവ് മനസ്സാകുന്നിലാവ് മലയാള ചുണ്ടിൽ മലരോളം പാട്ട്. നന്നായിട്ട് നല്ലപോലെ പാടിട്ടോ. അടിപൊളി, നന്നായിട്ട് പാടിട്ടോ. താങ്ക് യു. വെൽക്കം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം പപ്പൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഓണം ആഘോഷിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി വിളിച്ച് പറയണം കേട്ടോ എന്താ ചെയ്യല്ലേ. ഓക്കെ, അപ്പൊ ഇനി ചോദ്യം ചോദിക്കട്ടെ, ഗിഫ്റ്റ് വേണ്ടേ? Okay. Why does bees have sticky hair? The virus Bees beef have sticky hair. virus beef have Sticky hair. തേനീച്ച അറിയോ? ബീസ്, തേനീച്ച. the തേനീച്ച. ബീസ് ബീസ് beef നമ്മളെ സ്റ്റിങ്കി ഇതില്ലേ സിങ്കിന്ന സാധനം ഒരു ബീ ഇല്ലേ, തേനീച്ച. beef Why does bees have sticky hair? ഒട്ടിപ്പിടിക്കുന്ന മുടി. because അവര് ഹണി കുടിച്ച് അവരുടെ സ്കിന്നൊക്കെ അല്ല കറക്റ്റ് ഒരു ഇപ്പൊ എത്തും. ക്ലോസ് ആണ്. ക്ലോസ് ആ. എന്താ ആൻസർ കറക്റ്റ് അല്ല, പക്ഷെ യു ആർ ക്ലോസ് ടു ദി ആൻസർ. ക്ലൂ പറ, ഒരു ക്ലൂ പറയാം. നമ്മൾ എന്തുകൊണ്ടാ മുടി ചീകുന്നേ? എന്താ നമ്മൾ എന്തുകൊണ്ടാ മുടി ചീകുന്നേ? മോടെ ഹെയർ അല്ലെങ്കിൽ അല്ല അല്ല നമ്മൾ നമ്മൾ മുടി ചീകുന്ന എന്തുകൊണ്ടാ? അല്ല എന്ത് സാധനം കൊണ്ടാ? അല്ല, മുടി ചീകുന്ന എന്ത് സാധനം കൊണ്ടാ? ചീപ്പ്. നമ്മള് ഇംഗ്ലീഷിൽ എന്താ പറയുന്നേ? അപ്പൊ why does bees have sticky hair? കോമ്പുണ്ട്. കോമ്പൗണ്ടാ മുടി ചീകുന്നത്. എന്നാ കോമ്പൗണ്ടാ മുടി കോമ്പ്? നമ്മളത് അല്ലൊക്കെ നേരത്തെ പറഞ്ഞായിരുന്നു. തേനൊക്കെ കുടിച്ച്, തേൻ ഇംഗ്ലീഷിൽ എന്താ പറയുന്നേ? അതിന്റെ കൊമ്പ്. അല്ല 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 അതിന്റെ കൊമ്പല്ല. തേനില്ലേ, തേനിന് ഇംഗ്ലീഷിൽ എന്താ പറയുന്നേ? ഹണി. ഹണി. ബി ഹണി. ഹണി. ചീപ്പിന് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? honeycomb. Because they use honeycomb. Yay, congratulations. താങ്ക് യു. അല്ലൊക്കെ കറക്റ്റ് പറഞ്ഞല്ലോ. കുറച്ച് ടഫ് ആയിരുന്നു അല്ലേ ഈ പ്രാവശ്യം? കുഴപ്പമില്ല, പക്ഷെ ആൻസർ കറക്റ്റ് വന്നില്ലേ? അടുത്ത പ്രാവശ്യം ഈസി പറഞ്ഞുതരാവേ. ഓക്കെ, അപ്പൊ പപ്പയ്ക്ക് ഒന്നോടെ ഞങ്ങളുടെ വക ബർത്ത്ഡേ വിഷസ് പറഞ്ഞുതരും കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും, വീട്ടിൽ എല്ലാവർക്കും ഞങ്ങളുടെ വക ഓണാശംസകൾ കേട്ടോ. ഓക്കെ, അപ്പൊ ഇനിയും വിളിക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ബൈ ബൈ. ബൈ ബൈ. ബൈ. Okay, Appa, we had Alok calling us, and it was his father's birthday, and we love to wish him, happy birthday again from our bottom of our hearts. So, അതുപോലെ ഈ മാസം സെപ്റ്റംബറിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ വക ബർത്ത്ഡേ വിഷസ്. സെപ്റ്റംബർ ആദ്യമൊക്കെ കഴിഞ്ഞവരുടെ ബർത്ത്ഡേ അവർക്കും ഹാപ്പി ബർത്ത്ഡേ. യെസ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഇനി ബർത്ത്ഡേ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേ കഴിഞ്ഞു, ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വക വിഷസ് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ച് പറയണം. ഓക്കെ, എന്റെ ബർത്ത്ഡേ ആണ്, അല്ലെങ്കിൽ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ അല്ലെങ്കിൽ സിസ്റ്ററിന്റെയോ ബ്രദറിന്റെ ബർത്ത്ഡേ, ആരുടെങ്കിലും ബർത്ത്ഡേ ആണ്. ഓക്കെ, അപ്പൊ വിളിക്കേണ്ട നമ്പർ 0423824991. യാ, അപ്പൊ നമ്മള് എവിടെയാണ് നമ്മള് ഓണാശംസകളിലായിരുന്നു കേട്ടോ ഗൈസ്. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തു? നമ്മൾ ഫ്രൈഡേ ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഒന്നിച്ച് കൂടി ഓണം ആഘോഷിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും സാരി ഉടുക്കാൻ തിരിച്ചു. ഞങ്ങൾ സാരി അല്ല ശരിക്കും ഓണത്തിന് ഉടുപ്പായിട്ട് വാങ്ങിച്ചു. ഞങ്ങൾ ധാവണിയാണ് എടുത്തത് സാരി ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾ അമ്മയുടെ ഇരുന്ന പഴയ സാരികളൊക്കെ എടുത്തോണ്ട് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും സാരി ഉടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേനും അന്ന് കുഴപ്പമില്ല, എല്ലാവരും സാരി എടുത്തു. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി, വീട്ടിന്റെ പോയി. അപ്പൊ അവിടുത്തെ അമ്മയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും സാരി എടുത്ത് തന്നത്. അപ്പൊ ഞങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ 5 പെണ്ണുങ്ങൾക്കും സാരി ഉടുത്ത് തന്നത് ആന്റിയാണ്. സോ ആന്റിക്ക് ശരിക്കും
താങ്ക് യു. ഓക്കെ, ആന്റി ഫസ്റ്റ് ടൈം എല്ലാവർക്കും സാരി എടുത്തു കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആന്റി പറഞ്ഞു എന്താ ആന്റി സാധാരണ മറ്റുള്ളവർക്കാണ് സാരി എടുത്തു കൊടുക്കാമോ എന്ന് ചോദിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരാള് ഉടുത്തു തരുമോ ചോദിച്ചപ്പോ ഷി വാസ് വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ആൻഡ് ഓൾസോ ഷി ഗോട്ട് 5 people, you know. That was good. That was even bigger for her, big thing for her. But yeah, അങ്ങനെ ഞങ്ങള് ഡ്രസ് എല്ലാം എടുത്ത് ഞങ്ങൾ ഫോട്ടോസ് ഫുൾ ഫോട്ടോസ് ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ സദ്യയൊക്കെ കഴിച്ചു. വെറൈറ്റി സദ്യ കഴിച്ചു. അന്നൊരു ദിവസം ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ സാരിയൊക്കെ ഉടുത്ത്. പിന്നെ ഞങ്ങൾ മുല്ലപ്പൂ വാങ്ങിക്കാൻ പോയി. പുറത്ത് സാരിയൊക്കെ ഉടുത്തോണ്ട് മുല്ലപ്പൂ അടുത്ത താഴെയുള്ള തലയിലൊക്കെ പോയി മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ചു. പിന്നെ സദ്യ ഇലയൊക്കെ വാങ്ങിച്ചു. രാത്രിയായിട്ട് ഞങ്ങൾ സദ്യ ഉണ്ടെന്ന്. രാത്രി ഇനി സദ്യ വാങ്ങിക്കാൻ കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് പിന്നെ താഴെ പോയി KFC വാങ്ങിച്ചിട്ട് വന്നു. സദ്യയിലെ KFC നിന്നിട്ടാണ് ഞങ്ങൾ അന്നത്തെ ഓണാഘോഷം ഞങ്ങൾ ആഘോഷിച്ചത്. ഓക്കെ, അപ്പൊ ഞങ്ങൾ അത് ഞങ്ങൾ സദ്യ ഇലയില് എനിക്ക് 2 സ്ട്രിപ്സ് ഉണ്ടായിരുന്നു, ഒരു ചിക്കന്റെ ലെഗ് ഉണ്ടായിരുന്നു, കൊളസ്ട്രോ, സോസ്, കെച്ചപ്പ്, മയോണൈസ്, പിന്നെ വീട്ടിൽ നിന്ന് 2 വേറെ സോസുകളും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കറി കുറെ വേണമല്ലോ. അച്ചാറിന്റെ വരെയാണ് കെച്ചപ്പ്. പിന്നെ എന്താ ഫ്രൈസും ഉണ്ടായിരുന്നു, സൈഡില് ഫ്രൈസും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബണ്ണും ഉണ്ടായിരുന്നു, അത് പപ്പടം. ഓക്കെ, അപ്പൊ അതങ്ങനെ ഞങ്ങളുടെ ഓണാഘോഷം, ഫ്രൈഡേത്തെ ഓണാഘോഷം, ഫ്രൈഡേത്തെ ഞങ്ങൾ ഓണാഘോഷിച്ചു. പക്ഷെ ഇത് ഞങ്ങള് അപ്പൊ ഞങ്ങൾ അങ്ങനെ ഓണാഘോഷം. അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങളുടെ ഓണാഘോഷം ഞങ്ങൾ പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ച് പറയാൻ വിളിക്കുന്ന നമ്പർ 0423822491. ഓക്കെ, അപ്പൊ ഞങ്ങൾ എപ്പോഴും കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു വീഡിയോ കാണിച്ചായിരുന്നു, ഇഫ് ഐ വെയർ ആൻ ആനിമൽ. ഓക്കെ, സോ ടെക്നിക്കലി 2 പിള്ളേര് അവര് വിചാരിക്കായിരുന്നു ഇഫ് ഐ വെയർ ആൻ ആനിമൽ. സോ അവര് ഒരു ആനിമൽ, ഇപ്പൊ എക്സാമ്പിൾ ക്യാറ്റ്, നമ്മൾ ആദ്യം കാണിച്ച ക്യാറ്റിന് ഇപ്പൊ എക്സാമ്പിൾ എടുക്കാം. കുഞ്ഞിനെ ഉണ്ടായപ്പോ തൊട്ട് എന്താ വലുതാവുന്ന വീഡിയോ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് പറയാം. വീഡിയോ കഴിഞ്ഞിട്ട് പറയാം. വെൽക്കം ബാക്ക് ടു ടിങ് ടോങ്. അപ്പൊ നമുക്കിപ്പോ ഒരു കോൾ ഉണ്ട് കേട്ടോ. ഹലോ ആരാ സംസാരിക്കുന്നേ? വെൽക്കം ടു ടിങ് ടോങ്. പ്രണവാണ്. പ്രണവ്. ഹലോ പ്രണവ്, എത്ര നാളായി വിളിച്ചിട്ട്? എത്ര നേരം വിളിച്ചിട്ടെന്ന് പറഞ്ഞു? കുറെ നാളായി വിളിച്ചിട്ടില്ലേ? കൊറേ മുമ്പേ വിളിച്ചിട്ടുള്ളതല്ലേ പ്രണവ്? മുമ്പ് വിളിച്ചിട്ടുണ്ട്. അതാണ് ചോദിച്ചത്. അപ്പൊ ഓണാശംസകൾ ഒന്നോട് പറയാം കേട്ടോ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ബിലേറ്റഡ് ഓണം. ഓണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായില്ലേ? പക്ഷെ എന്നാലും ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഓണം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ എല്ലാം വീട്ടിൽ തന്നെ. ആണോ? എവിടെയെങ്കിലും വീട്ടിലാണോ ഓണാഘോഷം? ഫാമിലിയുടെ കൂടെ ഓണാഘോഷം? എന്താ? ഫാമിലിയുടെ കൂടെ ഓണാഘോഷം? ഫാമിലിയുടെ. അപ്പൊ സദ്യ കഴിച്ചോ? എന്താ? സദ്യ കഴിച്ചോ? സദ്യ കഴിച്ചു. എന്തൊക്കെ കഴിച്ച സദ്യയില്? പപ്പടമുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ ബീട്രൂട്ട് കറി ഉണ്ട്. ബീട്രൂട്ട് കറി, വട, പായസം. വട കഴിച്ചോ? പിന്നെ അച്ചാറ്, പായസം. ഏതൊക്കെ പായസം ഉണ്ടായിരുന്നു? ഒരു ടൈപ്പ് പായസം ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. ആണോ? എല്ലാം അമ്മ ഉണ്ടാക്കിയതാണോ? അമ്മ, അച്ഛൻ എല്ലാരും കൂടെ ഒന്നിച്ച് ഉണ്ടാക്കി. നല്ല കാര്യല്ലേ? നല്ലല്ലേ? എല്ലാരും ഒന്നിച്ചുണ്ടാക്കി അല്ലേ? അപ്പൊ ഓണത്തിന് ഏതൊക്കെ കളികൾ കളിച്ചു? കളികളൊന്നും കളിച്ചില്ല. ഇല്ല. അതിന് കളികൾ കളിക്കാൻ പറയാൻ മേലായിരുന്നോ? എനിക്ക് ഈ ഒരു കളി കളിക്കണേ, നമുക്ക് എല്ലാരും കൂടെ ഒന്നിച്ചിരുന്ന് നമുക്ക് കളി കളിക്കാന്ന് പറയാൻ മേലായിരുന്നോ എല്ലാവരോടും? എല്ലാരും കളിക്കാന്ന് പറയുമ്പോ സദ്യ കഴിച്ചിട്ട് എല്ലാരും ടയേർഡാന്ന് പറഞ്ഞിട്ട് എല്ലാരും മടുത്തു പോയല്ലേ എല്ലാരും കൂടെ? എല്ലാരും ഉണ്ടാക്കിയതും കൂടെ അല്ലേ ഒന്നിച്ച? അപ്പൊ ഉണ്ടാക്കിയിട്ട് ക്ഷീണിച്ചു പോയതായിരിക്കും. ഇനിയും കളിക്കാം. ഓണത്തിന്റെ പരിപാടികൾ ഇപ്പോഴും നടക്കുകയാണ് അല്ലേ? അപ്പൊ ഇനി കളിക്കാം. നമുക്ക് കസേരക്കളി ഉണ്ട്. പിന്നെ ഈ സ്പൂണിൽ ലെമൺ വെച്ച് ഓടുന്ന കളി അറിയോ? എന്താ? സ്പൂൺ കടിക്കുക, എന്നിട്ട് അതിന് പുറമെ ലെമൺ വെച്ച് ഓടുന്ന കളി അറിയോ? അതൊക്കെ കളിക്കാം. ഓക്കെ, അപ്പൊ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ കളിക്കും. ഓക്കെ. ഫ്രണ്ട്സിന്റെ കൂടെ ഓണമൊക്കെ ആഘോഷിച്ചോ? അതോ ഒരു പ്രാവശ്യം ഓണം ആഘോഷിച്ചോളോ? ഫാമിലിയുടെ കൂടെ ആഘോഷിച്ചല്ലോ, ഫ്രണ്ട്സിന്റെ കൂടെ ഇല്ല. കുഴപ്പമില്ല. അപ്പൊ ഞങ്ങളുടെ വക പ്രണവിന്റെ ഫാമിലിക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു ഓണാഘോഷംസകൾ. ഓക്കെ,
താങ്ക് യു. ഹാപ്പി ഓണം. താങ്ക് യു. ആശംസകൾ. ഓക്കെ, അപ്പൊ ഒരു പാട്ട് പാടാം ഓണത്തിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാട്ട് പാടാം, കുഴപ്പമില്ല. ഓണത്തിനെ കുറിച്ച് പാടാം. ഓണത്തിന്റെ ഓക്കെ. വന്നല്ലോ കുരുട്ടൻ മാവേലി വന്നു, പൂവേ പൂവേ പൊടിപൂവേ പൂക്കളമിട്ടല്ലോ, ഓണത്തിക്കെ കണ്ടേ പായസം കുറ്റന്റെ, പായസം കുറ്റിട്ട് ഊഞ്ഞാലിലടണ്ടേ, ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ, ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ, മാവേലി വന്നേ മാവേലി പോയേ. പോയി. നന്നായിട്ട് പാടിട്ടോ. ഓണത്തിന്റെ വൈബ് ഇപ്പോഴും ഉണ്ടെന്ന് പ്രണവാണ് എന്നോട് പറഞ്ഞിട്ട് തെളിയിച്ചിരിക്കുന്നു. ഇതുപോലത്തെ ഇനി ഒരു പാട്ടും കൂടി ഇല്ലേ കരിക്കിന്റെ തന്നെ ഓണത്തിന്റെ? ഇനി ഇങ്ങനത്തെ ഒരു സ്റ്റൈൽ എന്തോ അറിയില്ല. കൊഴപ്പില്ല, അടിപൊളി ഓണത്തിന്റെ പാട്ടല്ലേ പാടിയത്. ഇത് മതി, നമുക്ക് ഈ പാട്ട് മതി. ഓക്കെ, അപ്പൊ നന്നായിട്ട് പാടിട്ടോ. അടിപൊളിയായിരുന്നു. ഞങ്ങക്ക് ഇവിടെ ഡാൻസ് കളിക്കാൻ വരെ തോന്നി, പക്ഷെ ഡാൻസ് കളിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഇനി ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ. What do you call a bear with no teeth? ഇത് ഈസി, ഇറ്റ്സ് എ ഫുഡ് ഐറ്റം. ക്ലൂ തന്നിരിക്കും. What do you call a bear with no teeth? What is called a dash? Bear. കരടി ഇല്ലേ? കരടി. Bear, okay. With no teeth. With no teeth. Yes. ഒരു ക്ലൂ തരാം. ഇത് എനിക്ക് ഇച്ചിരി പാടായിട്ട് തോന്നിയാൽ ഇത് നമ്മളൊരു ഫുഡ് ഐറ്റം, നമ്മള് പിള്ളേർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള സാധനം. ക്യാൻഡി ആണോ? ക്യാൻഡി. എക്സാക്ട്ലി. ഞാൻ ക്ലൂ തന്നെ എന്തുകൊണ്ടെന്നറിയാം, നന്നായിട്ട് പാട്ട് പാടിയതും കൊണ്ടാട്ടോ ക്ലൂ തന്നെ. അപ്പൊ അടിപൊളി. നന്നായിട്ട് പാട്ട് പാടുകയും ചെയ്തു, കറക്റ്റ് ആൻസറും പറഞ്ഞു അല്ലേ? അപ്പൊ ഗിഫ്റ്റ് ഉണ്ട്. എന്താണ്? അതൊക്കെ സർപ്രൈസ് ആട്ടോ, സർപ്രൈസാ. അപ്പൊ 800-825-825. അപ്പൊ 800-825-825 എന്ന നമ്പറിലേക്ക് വിളിച്ചാല് നിങ്ങളുടെ ഓഫീസിൽ വന്ന് ഗിഫ്റ്റ് കളക്ട് ചെയ്യാന്നാണ്. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഒന്നോടെ ഓണാഘോഷിച്ചോളൂ. ഓക്കെ, ബിലേറ്റഡ്. ഓക്കെ, ഹാപ്പി ആണോ? അപ്പൊ ഇനി വിളിക്കണേ. പാട്ടൊക്കെ പാടി തന്നെ. ബൈ. ഓക്കെ, that was very sweet. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാട്ടോ. അപ്പൊ ഇതുപോലെ ഇങ്ങനത്തെ അടിപൊളി തകപ്പൻ പാട്ടൊക്കെ പാടാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ച് പറയുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0423822491. യെസ്. അപ്പൊ ഇനിയും ചില ആൾക്കാരൊക്കെ ഓണം, ഇപ്പൊ ഇന്ന് ഫുൾ ഓണമാണ്, ബിക്കോസ് ഞങ്ങൾ ഇപ്പോഴും ഓണം മൂഡിലാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓണം ആഘോഷിക്കുന്നു. ഓക്കെ. നമ്മൾ മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ വീഡിയോ എന്തായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ, ഒരു റാബിറ്റ് കുഞ്ഞിലുണ്ടായി തൊട്ട് അതിന്റെ അഡൽട്ട് വരെ ആയിട്ടുള്ള ഒരു ഇതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. ലൈഫ് സ്പാൻ കാണിക്കുന്നുണ്ട്. Nothing that we have to explain over here. It's just something we all can understand from the video. Technically ആ വീഡിയോ പറയുന്നത് എന്താന്ന് വെച്ചാൽ you know it's talking about what are the qualities of being a rabbit, or what can I do if I was a rabbit. That's what the child was trying to talk about. Was animal. Yeah, okay. Yeah, so ഇതുപോലത്തെ ഇനിയും കുറെ വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതുപോലത്തെ ഏതെങ്കിലും ഒക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ച് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യാം. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഉണ്ട്, അത് നല്ലതാണ്. ബുദ്ധിതരും എന്നൊക്കെ പറയുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ അതിൽ വിളിച്ച് പറയാ. വിളിക്കേണ്ട നമ്പർ 0423822491. യെസ്. ലോറ, നിനക്ക് എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നുമില്ല. എനിക്ക് എങ്ങനെ ഓണം ആഘോഷിച്ചെന്നുള്ളതാണ് പറയാനുള്ളത്. ഫ്രൈഡേ ഞങ്ങൾ ഗെയിംസ് ഒന്നും കളിച്ചില്ല. ഞങ്ങൾ ഡ്രസ്സ് മാറി ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഉടുപ്പിട്ടത്. പിന്നെ സദ്യ കഴിക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ KFC വാങ്ങിച്ച് സദ്യ കഴിച്ചു, അത്രേ ഉള്ളൂ. ഇനി പറയാൻ നോക്കി നിൽക്കുന്നത് സൺഡേ അന്ന് നടന്ന എന്താണ്? നമ്മൾ ദുബായിൽ ഷാർജ എല്ലാരും നമ്മളെ എവിടെയൊക്കെ പോയ മോസ്റ്റ്ലി എല്ലാരും എക്സ്പോ സെന്റർ ഷാർജയിലാണ് പോയ ഓണം ആഘോഷിക്കാൻ വേണ്ടി. അവിടെ നമ്മൾ ടൊവിനോ വന്നായിരുന്നു, പിന്നെ നമ്മുടെ ഡബ്സി വന്നായിരുന്നു, പിന്നെ വിധു പ്രതാപ്, ജോസ്, അങ്ങനെയൊക്കെ കുറെ പേര് പാട്ടുകാരും എല്ലാരും, ജാസി ഗിഫ്റ്റ് എല്ലാരും വന്നു. അപ്പൊ ഞാൻ അവിടെ പോയി ഞങ്ങൾ സദ്യ ഉണ്ടു, പിന്നെ ചെണ്ടവട്ടെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം ഞങ്ങൾ ആഘോഷിച്ചു. പിന്നെ അവർ കുറെ ഫ്രീ ആയിട്ട് കുറെ സാധനങ്ങളൊക്കെ കഴിച്ചു. ഞങ്ങൾ ഓസിനെല്ലാം വാങ്ങിച്ചിട്ട് വന്നു വീട്ടില്. എന്നിട്ട് ഞങ്ങള് അപ്പൊ സാരിയില്ല, ഞങ്ങൾ ദാവിന് എടുത്തോണ്ട് പോയി. ഇവരെല്ലാം ലെനിയും ലിയ എല്ലാരും ഉടുപ്പൊക്കെ ഇട്ടോണ്ട് പോയി. നമ്മള് ഫ്രൈഡേ കണ്ട സെയിം ആൾക്കാർ തന്നെയായിരുന്നു സൺഡേ ഫ്രണ്ട്സ് വന്നവര്. എന്നിട്ട് ഞങ്ങൾ അവിടെ പോയി, ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു.
ഞങ്ങള് നമ്മളുടെ ശരി നോർമൽ കംഫർട്ടബിൾ ക്ലോത്ത്സ് ജീൻസും ടോപ്പും ഒക്കെ ഇട്ടുകൊണ്ട് നമ്മള് കോൺസേർട്ട് പതുക്കെ പറ, ഒന്നും കേൾക്കുന്നില്ല, പതുക്കെ പറ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് കോൺസേർട്ട് എക്സൈറ്റ്മെന്റ് ഞാൻ പറയണ്ടേ എല്ലാവരോടും. ഒരു മിനിറ്റിനുള്ള ഇത്ര സാധനങ്ങളൊക്കെ പറഞ്ഞത്, പതുക്കെ പറ. അപ്പൊ നമ്മള് അവിടെ പോയി. പിന്നെ നമ്മളെ കോൺസേർട്ട്. അപ്പൊ ആദ്യം ജാസി ഗിഫ്റ്റിന്റെ സോങ് ഞങ്ങൾ മുഴുവനും കേട്ടില്ല. ലിയോ ഇടയ്ക്ക് പറയണം, ഞാൻ എല്ലാത്തിനും ഇങ്ങനെ തലയാട്ടുന്നു. ഓക്കെ. അപ്പൊ ജാസി ഗിഫ്റ്റിന്റെ പാട്ടുണ്ട്, ഞങ്ങളത് കേട്ടില്ല. പക്ഷെ പതുക്കെ പറയാം. പക്ഷെ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ മദർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ അയച്ചു തന്നു. അപ്പൊ അത് ഞങ്ങൾ കണ്ടു, കേട്ടു, ആസ്വദിച്ചു. എന്നിട്ട് ഞങ്ങള് എന്താ ഓക്കെ, അതിന് മുമ്പ് നമ്മളൊരു സിനിമ പറഞ്ഞില്ലായിരുന്നോ? സിനിമയുടെ കാര്യം പറ. സ്റ്റോറി. ഓക്കെ ഓക്കെ. സോറി, ബിക്കോസ് ഇടയ്ക്ക് ഗ്യാപ്പ് ഒക്കെ ഇട്ട് പറയണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞങ്ങള് എല്ലാ പ്രാവശ്യം നമ്മളൊരു മൂവി റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ബുക്ക് റെക്കമെൻഡേഷൻ പറയുന്നത്. അപ്പൊ കുറച്ച് നാളായിട്ട് ബുക്കൊന്നും ആൾക്കാർ വലിയ കാര്യമായിട്ട് വായിക്കുന്നില്ല. പക്ഷെ മൂവി കുറച്ച് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിനൊക്കെ നമുക്ക് തീർക്കാൻ പറ്റും. ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാഴ്ച ഇരുന്ന് ഫുള്ളിന് തീർക്കണം. ഇഫ് യു ആർ എ ഫാസ്റ്റ് റീഡർ യു വിൽ ജസ്റ്റ് ടേക്ക് 2 or 3 days. അല്ലെങ്കിൽ നമ്മൾ ഒരാഴ്ച എടുക്കും, എന്നെ പോലെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ മൂവി റെക്കമെൻഡേഷൻ ആണ്. അപ്പൊ മൂവിയുടെ പേര് ദി എംപറേഴ്സ് ന്യൂ ഗ്രൂവ്. ഓക്കെ, സോ ഒരു പഴയ സിനിമയാണ്. ഇറ്റ്സ് an underrated amazing movie, but if you have watched it, tell us how you feel about it. അപ്പോൾ ഈ മൂവിയുടെ ഡിസ്ക്രിപ്ഷൻ പറയാം. When Emperor Kuzco is transformed into a llama, he must take help from Pacha, the gentle llama herder, to find his way back and gain his throne. So technically there was a king or an emperor called Kuzco. He transformed into a llama. I love llamas, but yeah, so he transformed into a llama, but okay, yeah, if he wants to turn back into a human and take his throne, he has to take help from Pacha. Okay, you know who Pacha is? The Llama King. No, the llama herder. നമ്മൾ ഈ ലാമാസിനെ നോക്കുന്ന, ഈ ആടിനൊക്കെ നോക്കുന്ന ആളില്ലേ, അതുപോലെ തന്നെ ഷെപ്പേർഡ്, somewhat like a shepherd. Okay, അപ്പൊ ഈ ലാമനെ നോക്കുന്ന, ലാമ is an animal, അപ്പൊ ഈ ലാമനെ നോക്കുന്ന ഹെർഡർ. ഓക്കെ, അയാളുടെ പാച്ചയിൽ നിന്ന് നമ്മൾ ഹെൽപ്പ് വാങ്ങിക്കണം, പാച്ച. ഓക്കെ, അപ്പോൾ അങ്ങനെ. സോ it's technically an adventure movie. Okay, adventure thriller movie. If you watched it, എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം? എങ്ങനെയാണ് നിങ്ങളുടെ മൂവി അഭിപ്രായം? ഇഷ്ടപ്പെട്ടോ, അതോ ഇഷ്ടപ്പെട്ടില്ലേ, അതോ ഇറ്റ് വാസ് ഗുഡ് ടു വാച്ച്? എല്ലാം നിങ്ങൾ പറയാം. ഓക്കെ, യെസ്. അപ്പൊ ഇതൊക്കെ ഞങ്ങളെ വിളിച്ച് പറയണം. ഓക്കെ, വിളിച്ച് പറഞ്ഞാലേ നമുക്ക് അറിയത്തുള്ളൂ. ഓക്കെ, അപ്പൊ വിളിച്ച് പറയാ. വിളിക്കേണ്ട നമ്പർ 0423824991. അതിനോടൊപ്പം ഞങ്ങൾ ഇതിന്റെ മുന്നത്തെ എപ്പിസോഡ്സിലൊക്കെ ഞങ്ങൾ പറഞ്ഞ മൂവീസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും വിളിച്ച് പറയാവുന്നതാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ സിനിമ കണ്ടിട്ടില്ല, പക്ഷെ ഐ ഫെൽറ്റ് ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. സോ അതുകൊണ്ട് ഞാൻ സിനിമ കാണാൻ പോവാ. എക്സാം കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാവർക്കും എക്സാം ഒക്കെ നടക്കുന്ന സമയം അല്ലേ? നീ നിന്റെ അവസാനത്തെ ആളെ കണ്ട കാര്യം. ഓക്കെ, അപ്പൊ ഗൈസ് ഞാൻ ജോക്സ് വേണമെങ്കിൽ പറയാം. ഞാൻ പറയാം. ഞങ്ങൾ പെട്ടെന്ന് പോകും. വലിയ കോൺസെർട്ടിൽ പോയി ഞങ്ങൾ വോം ഡ്രസ്സൊക്കെ, ഞങ്ങൾ ഇഷ്ടമുള്ള കംഫർട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ കോൺസെർട്ടിൽ ഇന്ന് വിധു പ്രതാപിനെ കണ്ടു. വിധു പ്രതാപ് ജോസിനോട് അടിപൊളി പാട്ട്. ഞങ്ങൾ അവിടെ ഞങ്ങളുടെ അടുത്തൊക്കെ വന്ന് പാട്ട് പാടിയത്. ഞങ്ങൾക്ക് ഭയങ്കര ഡാൻസ് കളി. അത് കഴിഞ്ഞിട്ട് ഡബ്സി വന്നു. ഡബ്സി ലോറയുടെ ഫേവറേറ്റ് സിംഗറാ. അപ്പൊ അതുകൊണ്ട് ഡബ്സിയുടെ പാട്ട് she got a chance to sing but she didn't sing it. അത് മൈക്ക് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഡബ്സി ഇല്ല, വേറെ മറ്റേ ആങ്കർ ചെയ്യുന്ന ആൾ. അപ്പോൾ അവരുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഈ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ട് ഇങ്ങനെ കാണിക്കും ലോറയോട് പാടാം. പക്ഷെ ഐ ഗോട്ട് റിയലി സ്കാഡ്. അബൌട്ട് 10,000 പീപ്പിൾ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ലൈക്ക് ഇഫ് ചേച്ചിയുടെ ഫേവറേറ്റ് സിംഗർ ഇപ്പം ആരാ? ചേച്ചിയുടെ ഫേവറേറ്റ് സിംഗർ ഒരാൾ സിംഗർ പറ. അജിത് സിംഗ്. അവർക്ക് വന്ന് പാട്ട് പാടൊക്കെ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ എല്ലാ ഇത്രയും പേര് പറയും. അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് യു വിൽ ഗെറ്റ് സ്കാർഡ്. പക്ഷെ എന്നാലും അത് ഇവരൊക്കെ പറയാം നമുക്ക് ഒന്നിച്ച് പാടാന്ന് പറഞ്ഞപ്പോഴത്തേനും ഓക്കെ ഫൈൻ എന്നാ പാടാന്ന് പറഞ്ഞിട്ട് വന്നു. പക്ഷെ മൈക്ക് പോയി. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഡബ്സിനെ കണ്ടു. ഡബ്സിയുടെ പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ പൊളിച്ച്. എനിക്കൊന്ന് അടുത്ത ദിവസം സ്കൂളും ഉണ്ടായിരുന്നു. സ്കൂള് വിട്ടിട്ടാണ് ഞങ്ങൾ ഇത് പോയത്. ഇമാജിൻ, അപ്പത്തെ അത്ര ഡെഡിക്കേഷൻ ആണ്. ഓക്കെ,
അപ്പൊ അങ്ങനെ ഞങ്ങള് ഡബ്ജിനൊക്കെ കണ്ടു. ആ കോൺസെർട്ട് ഒക്കെ അടിച്ചു പൊളിച്ച് പിറ്റേ ദിവസം ഞങ്ങള് കാലും ദേഹമൊക്കെ വേദനയൊക്കെ ഇപ്പോഴും കൈവേദനുണ്ട്, അതുപോലെ ഞങ്ങൾ ഡാൻസ് കളിച്ചു. അപ്പൊ അങ്ങനെ ഞങ്ങള് സ്കൂളിൽ പോകാതെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ കോൺസെർട്ടിന്റെ സമയത്ത് ഞങ്ങള് ഡബ്ജിയുടെ കോൺസെർട്ടിന്റെ സമയത്ത് ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഫ്രണ്ടിലേക്ക് പോയി നിൽക്കുകയാണ്. ഇപ്പോൾ സ്റ്റേജ് ഇതാണെങ്കിൽ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ കുറെ ആൾക്കാരുണ്ട്, ആൾക്കാർ ചാടി കളിക്കുകയാണൊക്കെ. അപ്പൊ ഡബ്ജിയോട് ഇല്ലുമിനാട്ടി പാടി ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കാറഗോസ് ആ സോങ് മാത്രമേ ഇവർക്കൊക്കെ അറിയത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇല്ലുമിനാട്ടി പാടാൻ പറഞ്ഞു എന്റെ കൂട്ടുകാരി. ഓക്കെ, അപ്പൊ അവൾക്ക് എക്സാം ആട്ടോ, ടേം എക്സാം ആണ് മൺഡേ. ഇതിപ്പോ സൺഡേ ആട്ടോ സംഭവിക്കുന്നത്. ശരിക്കും ഓണത്തിന്റെ ദിവസം ടേം എക്സാം എന്ന് പറഞ്ഞാൽ 80 മാർക്ക് പേപ്പർ. അവളിപ്പോ എത്രാം ക്ലാസ്സിലെ? 12ാം ക്ലാസ്സിലോ 11ാം ക്ലാസ്സിലാണ്. അപ്പൊ അതിന്റെ ടേം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എഴുതാനുണ്ട്. ഓക്കെ, ഈ കോൺസെർട്ടിന്റെ സമയത്ത് പാട്ട് ബ്രേക്ക് ഒക്കെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേനും അവള് ഫോൺ എടുത്ത് പഠിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, തിരിച്ച് പാട്ട് വരുമ്പോ അത് തിരിച്ചെടുത്ത് വെച്ചിട്ട് ഡാൻസ് കളിക്കും. അങ്ങനെയാണ് അവൾ ഇത് അന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഡബ്ജിയോട് അവള് കാറിട്ട് പറയാട്ടോ, ഡബ്ജി ഇല്ലുമിനാട്ടി പാടുന്ന നാളെ എക്സാം ആണ്. എല്ലാം അടുത്തിരുന്ന ആൾക്കാരെല്ലാം കേട്ടു, അത് നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഡബ്ജി മാത്രം കേട്ടില്ല. എല്ലാവരും കേട്ടു, ഡബ്ജി മാത്രം കേട്ടില്ല. ഓക്കെ, അപ്പോൾ അടിപൊളിയായിരുന്നു. എനിക്കൊന്ന് 12 മണി വരെ എന്തോ ഉണ്ടായിരുന്നു. വി വാസ് ദേർ ടിൽ 12 മണി. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങി. നാളെ സ്കൂളിൽ പോയില്ല. അടുത്ത ദിവസം സ്കൂളിൽ വഴക്കൊക്കെ കിട്ടുകയും ചെയ്തു, ദേഹമൊക്കെ വേനെടുത്ത് കിടക്കുകയും ചെയ്തു. പക്ഷെ എന്നാലും വി എൻജോയ് ചെയ്തു. അപ്പൊ ഇതിങ്ങനെ അപ്പൊ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ മോസ്റ്റ് തിങ് ever because I got a picture with Dubsy. Good job. Okay. Yeah. So one thing that I like to say is നിങ്ങൾ അന്നത്തെ ദിവസം ഷാർജ എക്സ്പോ സെന്ററിൽ ഉണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടിട്ടുണ്ട്, കാണാൻ സാധ്യത കുറവാണ്. ബിക്കോസ് അന്നത്തെ ലുക്ക് ഇപ്പോഴത്തെ ലുക്ക് ഡിഫറെന്റ്. മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, അവിടെ മേക്കപ്പ് ഇട്ടില്ലായിരുന്നു. ഉള്ളി ടച്ച് അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ട് അന്ന് പോയി നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ വിളിച്ച് പറയാന്നാണ്. ഓക്കെ ഓക്കെ. അപ്പോ ഞങ്ങള് കുറെ ലോറ അതിന്റെ കഥ പറഞ്ഞു. കുറെ നേരമായി പറയുന്നത് എനിക്കിത് പറയണം എനിക്ക് ആരോടെങ്കിലും ഒക്കെ പറയണം. അപ്പൊ അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. നിങ്ങൾക്ക് ബോറടിച്ചെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, പറഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞോണ്ടാന്ന് തോന്നുന്നു. ബട്ട് ഫോർ ചേഞ്ചിങ് ദാറ്റ് ഐ വിൽ ടെൽ എ ബിറ്റ് ഓഫ് jokes or fun facts. Do you want fun facts or jokes? Jokes. You want jokes? It's not joking. Okay, that was bad. Okay, then what do you call 2 bananas on the floor? What do you call 2 bananas on the floor? Banana split. Slippers. Oh, okay. That's good. Why is a football stadium always cold? Always cold. Football stadium. I don't know. Any stadium, like it can be cricket stadium, whatever. I don't know. Because it has a lot of fans. Oh. Okay, that's a good one. Yeah, that was good. Okay. That was good. What's മറ്റേ മാർവലിലെ എൻഡ് ഗെയിമിലെ ഒരു ഇതില്ലേ വില്ലൻ, അതിന്റെ പേരെന്നാണോ? താനോസ്. What's Thanos' favorite app on his phone? App. This one? This one? Yeah. What is? Click. No. Snap. Snapchat. അടിപൊളി, നല്ലതായിട്ട് കറക്റ്റ് പറഞ്ഞു. എനിക്കൊന്ന് കഴിഞ്ഞ വർഷം ഈ ആ ജോക്ക് പറഞ്ഞപ്പോഴും ഞാൻ 2-3 പറഞ്ഞു. What did why did the student eat his homework? Because he didn't complete the homework. Why did the student eat his homework? I don't know. Because the teacher told him it was a piece of cake. Okay. What do you call a guy who's always loud? Who's really loud or whatever? Loudspeaker. I don't know. It's a name. What is the name of? What do you call a guy who is really loud? Mike. Oh, okay. Mike. Okay. Because it's loud. Okay, that's good. What did the left eye say to the right eye? Left eye. What did the right eye say to the left eye? Left eye say to the right eye, whatever. I don't know. Wait. Between us, there's something that smells. Oh, nose. Okay. Okay, that's good. Why did the football player take so long to eat dinner? Yeah. I don't know. Because he thought he couldn't use his hand. Oh, okay, it was football. Okay. Okay. What does a storm cloud wear under his rainy coat? Thunder. Thunder where? Yeah. What's the smartest thing said? This is very easy. Smartest. And smartest. നമ്മളൊരു ചോദ്യം ചോദിച്ചില്ല ആരോടാ? Honey. B.
BB. Honey bee. A spelling bee. Oh, a spelling bee. Okay, ഇത് ഫൺ ജോക്സ് ആണ്. ജോക്സ് അത്രയും ജോക്ക് അല്ലായിരുന്നു, പക്ഷെ നമ്മൾ ഫൺ ഫാക്ടിലേക്ക് പോവാം. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. ഇത് ഇത്രയും കുറച്ച് ബോറായിരുന്നു, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ഇഫ് യു ഹാവ് ലൈക്ക് അമേസിംഗ് ഫണ്ണി ജോക്സ് that would make your They go well. Like that is very funny. That a funny incident that took place on your life. That is also possible. അപ്പൊ ഇതുപോലത്തെ വല്ലതും ഫണ്ണി ആയിട്ടുള്ള ഇൻസിഡന്റ് or like embarrassing moment that you had in your life that is funny also at the same moment. Yes. You can say a funny thing you did also. Yes, a funny joke thing you did also. ഇപ്പൊ ഞങ്ങള് സദ്യയിലെ ഇലയിൽ ഞങ്ങൾ KFC തിന്നു. That's a funny thing. അതിനുള്ള വഴക്കൊക്കെ ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. ആൾക്കാരൊക്കെ വിളിച്ചു പറയാം, നിങ്ങൾക്ക് ഹ്യൂമിലിയേഷൻ ഫോർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ്. ഓണസദ്യ നിങ്ങൾ KFC ആക്കി മാറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വിളിക്കും. ബട്ട് ഇറ്റ്സ് ഫണ്ണി. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഫണ്ണി ആയിട്ട് വല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ച് പറയാം. വിളിക്കേണ്ട നമ്പർ 0423824991. നമുക്കൊരു 10-15 മിനിറ്റും കൂടെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ വിളിക്കേണ്ട നമ്പർ 0423824991. അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങളോട് പറയാം. അപ്പൊ നിങ്ങൾ വിളിച്ച് ഞങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും. അതുപോലെ അതായത് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രിപ്പയർ ആയിട്ട് ഇരിക്കുന്നത്. നിങ്ങൾ ഇവരോടൊക്കെ ഞങ്ങൾക്ക് ഇങ്ങോട്ടും സംസാരിച്ച വലിയ കാര്യം പറ്റില്ല. അപ്പൊ അതുകൊണ്ട് വിളിക്കണം. ഓക്കെ, നിങ്ങൾ ഓർ എനി ഫൺ ഫാക്ട്സിലേക്ക് പോകുന്നതായിരിക്കും. Okay, so fun fact, before alarm clocks was made, people would pay someone to knock on their windows to wake them up, and they are called as knocker uppers. Oh, that's nice. That's nice. Technically your mom. നമ്മുടെ അമ്മയോട് പറയത്തില്ലേ, 8 മണി എനിക്ക് 7 മണിക്ക് സ്കൂളിൽ പോകണം, അതിന് എന്നെ 5 മണിക്ക് എന്നെ വിളിക്കണം, അതാകുമ്പോൾ എനിക്ക് പഠിക്കാൻ തുടങ്ങണം, ഇങ്ങനെയൊക്കെ പറയത്തില്ലേ. സോ ടെക്നിക്കലി യുവർ മോം ഇസ് നോക്കർ അപ്സ്. നോക്കർ അപ്പേഴ്സ് അപ്പൊ അലാം ക്ലോക്സ് ഇൻവെന്റ് ചെയ്യുന്നതിന് മുന്നേ അങ്ങനെ ഉണ്ടായിരുന്നു. വെരി ഇൻട്രസ്റ്റിംഗ്. In your timeline you will spend about 25 years sleeping. 25 years. ഇത് ഞാൻ ഗൂഗിളിൽ തപ്പിയെടുത്തു. അപ്പൊ ഇതിന്റെ ബ്രാക്കറ്റിൽ ഒരു സാധനം എഴുതിയിട്ടുണ്ടായിരുന്നു, ഇഫ് യു ആർ നോട്ട് എ മോം ഇറ്റ് ഇസ് നോട്ട് 24 hours. I mean 25 years. If you are not a mom. Play-Doh was originally used as wallpaper cleaning. Play-Doh എന്ന് പറഞ്ഞാൽ ക്ലേ വാസ് യൂസ് ഫോർ വാൾപേപ്പർ ക്ലീനിങ്. അപ്പൊ ഈ വാൾപേപ്പർ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന Play-Doh ആയിരുന്നു. നമ്മളിപ്പോ ഈ കളിച്ചോണ്ടിരിക്കുന്നത് നമ്മള് ആനിമൽസും ഫ്ലവറും എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാധനം. ആപ്പിൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സാധനം. Like kitchen making like kids do, those things. The Eiffel Tower can grow up to... Eiffel Tower, not Eiffel Tower. It's Eiffel Tower. Eiffel Tower. Okay, sorry. Okay, that tower can grow up to 6 inches taller in the summer because of iron usually expands in summer. This is physics thing that we study in. It's chemistry. No, it's physics. It's chemistry. It's physics. Physics? It's not physics. It's chemistry. Iron is related to chemistry. Iron expanding. And it shrinks during winter. That's chemistry. Oh my God, Lara. Okay. Strawberry. I think, if I'm wrong, I'm sorry. Strawberries are the only fruits with their seeds on the outside because, if you're thinking about it, does mango have a seed outside? No. Does an apple have it outside? No. Does strawberry have it outside? Yes. Okay, so strawberries are the only ones that have it outside. Yeah, that's true. In 2014, McDonald's created a bubblegum flavored broccoli to put in the Happy Meal. Oh my God, in that way, kids would actually eat broccoli. But then after taste testing with the kids, they took it off of the menu. I mean, whatever. See, what I have felt is that നമ്മൾ എന്ത് സാധനം ബ്രോക്കലിയുടെ കൂടെ കൂട്ടിയാലും it would taste bad. Like broccoli, I don't like broccoli. But it has so many... It's a mini tree. It's technically a mini tree. You're eating a tree, but okay. But the thing is, broccoli is like, even though no one likes it, I hate broccoli. Even boiled broccoli and ishalla. But it has so many nutritious nutritious food in it, like nutritious, whatever, nutrients. Vitamins, nutrients, minerals, adella undu. Yeah, minerals onnilla. Nutrients undu. Okay, sorry. Okay. Do you like Nutella? Yeah. A Nutella jar is sold every 2.5 seconds.
Really? Yeah. Oh, that's nice. That's a good thing. It's just sold right now. It's sold now. Yeah. Okay. I think okay. So in 1830s, like old time, ketchup was sold as a medicine to cure stomach illness. I know. That's the last fun fact I've got. So ketchup is technically a medicine, guys. But that doesn't mean പനിയും വയറുവേദനയൊക്കെ എടുക്കുമ്പോൾ കുറെ കെച്ചപ്പ് എടുത്തതിനുണ്ട്. തുള്ളി കഴിക്കാം. 5 ml, 10 ml. നമ്മൾ ഡോക്ടേഴ്സ് ഒക്കെ പറയും 5 ml, 3 ml ഒക്കെ പറയുമ്പോൾ അത്ര എടുത്ത് കഴിച്ചാൽ കുഴപ്പമില്ല. Ketchup is like, I don't know. Medicine. It's a food. To me, it's a food. Okay. അപ്പൊ അങ്ങനെ ലോറയുടെ. Do you like ketchup with pizzas? No. Oh. I hate ketchup with pizzas. Oh, okay. Do you like ketchup on shawarma? No. No. Okay. That's it. Okay. Do you like pineapples with pizza? It sometimes tastes good. Actually, ചില സമയത്ത് ഞാൻ ഒരു പ്രാവശ്യം pineapple with pizza കഴിച്ചപ്പോൾ it was actually good. But some other time when I ate pineapple with pizza, ഇടയ്ക്കൊക്കെ എനിക്ക് ഇഷ്ടപ്പെടില്ല. Yeah, it depends. ഓരോ സ്ഥലത്ത് വെച്ചിട്ടാണ്. Yeah. So അങ്ങനെ നിങ്ങൾക്ക് pineapple with pizza ഇഷ്ടമാണെങ്കിൽ വിളിച്ച് പറയാം. Okay. Okay. Or if you like it, if you don't like it, also call us. Yeah. Okay. Next. അത്രേ ഉള്ളൂ. അതിനല്ലേ എന്തെങ്കിലും പറ. എനിക്ക് പറയാനൊന്നുമില്ല. ഇന്ന് ലോറ മുഴുവൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞോണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ലിയ എന്നെ കൊണ്ട് പറയിപ്പിച്ചാണ് കേട്ടോ പറയണെന്ന്. ഓക്കെ. സോ ലോറ വലിയ ഡബ്സി ഫാൻ അല്ലേ? ലോറ വലിയ ഡബ്സി ഫാനാ. ബട്ട് ലോറയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞങ്ങൾ പറഞ്ഞായിരുന്നു, നേരത്തെ പറഞ്ഞായിരുന്നു ലോറയ്ക്ക് ഡബ്ജിയുടെ പാട്ട് പാടാൻ ചാൻസ് കിട്ടിയായിരുന്നു. ഇന്ന് പാടില്ല പ്ലീസ്. ഞാൻ കൂടെ പാടാം. ലോറയുടെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഷീ ഹാസ് ടു സിംഗ് വിത്ത് ദി അറ്റയർ. ഓക്കെ, അതുകൊണ്ട് മാത്രമല്ല നോട്ട് ടുഡേ ദി അറ്റയർ. ഇറ്റ്സ് ഓക്കേ, ഐ സിംഗ് വിത്ത്. ഓക്കെ, ലൈവ് ഒന്നും ചമയ്ക്കാൻ പാടില്ല ലോറ. ബട്ട് സി, അപ്പോൾ ലോറ ഭയങ്കര പ്രശ്നമാക്കാണ്ടായിരുന്നു. എനിക്ക് ഐ കാൻ സിംഗ് വിത്ത് ദി അറ്റയർ. ഐ ഹാവ് ടു സിംഗ് വിത്ത് ജീൻസ് ആൻഡ് ടോപ്പ്. ഐ കാൻ സിംഗ് വിത്ത് ഫ്രോക്ക്. But still, okay, I would love to hear. You know, ലോറയ്ക്ക് അന്ന് പാട്ട് പാടാൻ ചാൻസ് കിട്ടിയില്ല. അപ്പൊ ഇന്നൊരു പാട്ട് പാടാൻ കുഴപ്പമില്ല. ആരും കണ്ണടച്ചങ്ങ് പാട്ട് പാടാം, ഞാൻ കൂടെ ഉണ്ടാവും. കണ്ണടച്ച് പാട്ട് പാടുന്ന വലിയ ലിറിക്സ് ആയി നോക്കും. ഇങ്ങനെ ചെറുതായിട്ട് നോക്കി. ഇന്ന് പറ്റില്ല ഗൈസ്, പ്ലീസ് അടുത്ത ദിവസം പ്ലീസ്. ഞാൻ ഉള്ളത് പറയാം പ്ലീസ്. ഞാൻ കാല് പിടിക്കാം. നീ വേറെ ടോപ്പിക് കൊണ്ടോ? നമുക്കൊരു കാര്യം ചോദിക്കാം. നമുക്ക് സോഷ്യൽ മീഡിയനെ സംസാരിക്കാം. ബിക്കോസ് ഇറ്റ്സ് വൺ ഓഫ് ദ ടോപ്പിക്സ് കമ്മിങ് ടു ദ ഒരു ടോപ്പിക്കാണ് AI. What do you think? Okay, so you have to promise that next week. ഇല്ല, നെക്സ്റ്റ് വീക്ക് ഉറപ്പായിട്ടും ഞാൻ പാടും. ബിക്കോസ് അടുത്ത പ്രാവശ്യം ഞാൻ വരും. ഓക്കെ, ഞാൻ പാട്ട് പാടാൻ വരും. ഓക്കെ, നാളെ അല്ല അടുത്ത പ്രാവശ്യം. Okay, ഉറപ്പാ. Okay, so guys, Laura has made a promise that next week I'm going to sing Dubsy song with the attire. അടുത്ത പ്രാവശ്യം ഞാൻ ലെനനെ വിടും. Okay, so stay tuned. Laura വന്നില്ലെങ്കിൽ ലോറ വീട്ടിൽ പോയി വിളിച്ച് പഠിക്കണം. Okay. Let's you promise, Laura. I promised. Okay. അപ്പം ഇന്ന് ഒന്നോടെയും ഞാൻ ഇന്നത്തെ ഷോ തുടങ്ങുന്നതിന് മുന്നേ I told you guys about that Onam ആഘോഷം that's happening tomorrow, which is 22nd. Yes. Okay, അപ്പോ മലയാളം വായിക്കണ്ട അറിയാവുന്ന രീതിയിൽ പറ ബ്രോ. നമസ് എന്ന കുടുംബ കൂട്ടായ്മ പൊന്നോണം 2024 എന്ന പേരിൽ September 22nd, that is tomorrow, ദുബായ് അൽഖുസ് ദേവാലയ സ്കൂളിൽ വെച്ച് നടക്കുന്നതായിരിക്കും. Okay, മറക്കരുത്. So one thing that you have to remember is that there's a playback singer called Sannidhanandan. Okay, so he will be coming and singing Ganamela. Okay, so there will be a Ganamela by the playback singer Sannidhanandan and his team. And also there will be a special kuchipudi and classical dance performance by artist Abhinav Ashok and classical dances by Kalamandalam Anju Ranjan. Yeah, okay. So just stay tuned. It's amazing. Number ഒന്നോടെ പറഞ്ഞേര്. Yes, number ഒന്നോടെ പറയാം. So the number is 05656235756. ഓക്കെ, പിന്നെ ഇന്ന് 8:30 ഒരു ലൈവ് ഉണ്ട്, UBL ലൈവ്. അപ്പോൾ യു ഗൈസ് കൻ വാച്ച് ദാറ്റ് ഓൾസോ. പ്ലേബാക്ക് സിംഗർ Sannidhanandan will be coming here at 8:30 at Talk of the Town show. Okay, so stay tuned guys. So നാളെയും ഇന്ന് 8:30 tomorrow from morning 8:30 to 6 p.m. 8 o'clock to 6, right? 8 o'clock a.m. to 6
PM. രാവിലെ തൊട്ട് രാത്രി വരെ ഉണ്ട്, ലൈക്ക് ഒരു വൈകുന്നേരം വരെ ഉണ്ട്. സോ യു ഗൈസ് കൻ ഹാവ് ഫൺ. സദ്യ ഉണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട്, ഗാനമേളമുണ്ട്, പിന്നെ ക്ലാസിക്കൽ ഡാൻസ്, കുച്ചിപ്പുടി ഉണ്ട്, പിന്നെ പിന്നെ അതിൻ്റെതായ ഓണക്കളികളൊക്കെ ഉണ്ടാവും, ഓണസദ്യ ഉണ്ടാവും. അപ്പൊ ഇതുപോലത്തെ കുറേ പരിപാടികളൊക്കെ നാളെ ഉണ്ടാവുന്നതായിരിക്കും. സോ ഐ ടെൽ ദ നമ്പർ അഗൈൻ 05656237556 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ യു ക്യാൻ കോണ്ടാക്ട് ദം ആൻഡ് സേ ദാറ്റ് യു വുഡ് ലവ് ടു join them and you know enjoy Onam again. Okay, appo onnade njan parayam Al Quds Devara School, Dubai. Okay, so go and have fun guys. ഓണം ഒന്നോടെ ആഘോഷിക്കുക ഗൈസ്. ഓണം അടിപൊളിയാണ്. Yes. വലിയ മാവേലി എങ്ങനെയാ വന്നേ? മാവേലി ആരാ? മാവേലി നമ്മളെ കേരളത്തിന്റെ രാജാവായിരുന്നു. എങ്ങനെയാ മാവേലി എന്തിനാ ഇങ്ങോട്ട് വരുന്നേ ബ്രോ? നാട്ടുകാരൊക്കെ നമ്മളെ കേരളത്തിലെ പ്രജകളെ കാണാൻ. ഓക്കെ, എവിടെയാ മാവേലി ഇപ്പൊ? പാതാളത്തില്. എങ്ങനെ പാതാളത്തിൽ പോയി? ഒരാള് ചവിട്ടിത്താത്തി. ആര്? വാമനൻ ചവിട്ടിത്താത്തി. അറിയാന്ന് അറിയാൻ വേണ്ടി. പിന്നെ എനിക്കറിയത്തില്ലായിരുന്നില്ല. എനിക്കറിയാലോ, അത് ഞാൻ ചോദിക്കാം. വാമനൻ വിഷ്ണുയുടെ എത്രാമത്തെ അവതാര? വെയിറ്റ് ടോട്ടൽ എത്ര അവതാരങ്ങൾ? 10. സോ ഇറ്റ് ഷുഡ് ബി 8th one. No, 9th. 9th കൃഷ്ണനാണ്. 8th. 5th ആണ്. 5th. കൃഷ്ണൻ 9ാമത്തെ അല്ലേ? Okay, 5th. I didn't know that. Oh, I didn't know Vamanan was ഓക്കെ, അപ്പൊ ഇന്നിപ്പോ നമുക്ക് ടൈം അപ്പ് ആകാൻ സമയമായിട്ടോ ഗൈസ്. പക്ഷെ നിങ്ങൾ കുറച്ചും കൂടെ കോളേജ് ആക്ച്വലി വെയിറ്റിംഗ്, അതുകൊണ്ട് ഇന്ന് വലിയ കോണ്ടന്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എന്റെ ജോക്സും ജോക്കായി പോയില്ല, പിന്നെ ഫൺ ഫാക്ട് ഫണ്ണായില്ല, അതൊക്കെ കാരണം പിന്നെ പോയൊക്കെ. ഡബ്ജിയുടെ പാട്ട് ലോറയുടെ ഡബ്ജിയുടെ പാട്ടും കേൾക്കാൻ പറ്റിയില്ല. പക്ഷെ ലോറ പ്രോമിസ് ചെയ്തിട്ടുണ്ട് അടുത്ത ആഴ്ച ലോറ ഒന്ന് പാടുന്നതായിരിക്കും. ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ലോറ ഡബ്ജിക്ക് ഹ്യൂമിലിയേഷൻ ആണ് ബ്രോ. എന്താവും ഹ്യൂമിലിയേഷൻ? എന്നാലും കുഴപ്പമില്ല, ഡബ്ജി സഹിച്ചു. ഓക്കെ, സോ യു ഹാവ് ടു സിംഗ് നെക്സ്റ്റ് വീക്ക്. യാ, ഓക്കെ. Okay, so ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. Yeah, it was wonderful talking to all of you guys who called us. It was wonderful talking to all of you guys. വിളിച്ച എല്ലാവർക്കും, പ്രണവിനും അലോക്കിനും, ഞങ്ങളെ വിളിക്കാൻ ആലോചിച്ചവർക്ക് പോലും ഞങ്ങളുടെ വക ഓണാശംസകൾ. പിന്നെ എല്ലാവർക്കും ഓണാശംസകൾ. ഓക്കെ, അപ്പോ ഇനി ഓണാഘോഷങ്ങളൊക്കെ എപ്പോഴും പൊക്കോണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയെങ്കിലും ഓണാഘോഷമൊക്കെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച വിളിച്ച് പറയേണ്ടതാണ്. Okay, anyways, wind up ചെയ്യാൻ സമയമായി. Signing off, Leah and Laura. Bye.